ഹലോ. അപ്പം എൻ്റെ പേരിലൊരു കേസ് നമ്മുടെ രണാസുനയുടെ ചേച്ചി കൊണ്ട് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മെനഞ്ഞാൻ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു ഡേറ്റും കാര്യങ്ങളൊക്കെ പറയാം എന്നുള്ള രീതി പറഞ്ഞു. എന്തായാലും ഒരു 1 വീക്ക് എടുക്കും. എനിക്കാണെങ്കിൽ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. എനിക്ക് അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യാത്തത്. ഓക്കെ, എന്തായാലും സ്റ്റേഷനിൽ പോയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഞാൻ 2 ദിവസം മുമ്പ് അവർക്കെതിരെ ഒരു വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിഷയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആ പോലീസ് സ്റ്റേഷനിലെ കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ആ ഇൻസ്റ്റാഗ്രാമിലെ ചാറ്റും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴും ഞാൻ പറയുകയൊക്കെ ചെയ്യുന്നത്. അത് ഞാൻ എനിക്കിപ്പോഴും ഒരു കോൺഫിഡൻസോടെ തന്നെ ഞാനൊരു കാര്യം പറയും, ഇത് അവർ തന്നെ കൊളാബ് ചെയ്തിട്ടുള്ളതാണെന്നല്ല. ഇതിപ്പം എന്തായാലും അന്നത്തെ ദിവസം അതിലാണെങ്കിലും വരും, ഞാൻ അവനും കൂടെ ആയിരിക്കും പോവുകയൊക്കെ ചെയ്യുന്നത്. കാരണം അവനെയും വിളിപ്പിച്ചിട്ടുണ്ട് അങ്ങോട്ട് ചെല്ലണമെന്നും പറഞ്ഞിട്ടുള്ള കാര്യം. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ എന്തായാലും പോലീസുകാരുടെ അടുത്ത് സ്ട്രോങ് ആയിട്ട് തന്നെ പറയും, ചിലപ്പോൾ വീഡിയോ ഇടാതിരിപ്പിക്കാനായിരിക്കും അവർ ശ്രമിക്കുന്നത്. ഏതറ്റം വരെ പോകാനാണെങ്കിലും പോകാൻ ഞാൻ റെഡിയാണ്. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. കാരണം എന്ന് പറഞ്ഞാൽ അത്രയും മീഡിയയുടെ മുമ്പിൽ വന്നിട്ടാണ് അവർ ആ ഒരു കാര്യം പറഞ്ഞത്. ഒരുമാതിരി മോശമാക്കുന്ന രീതി സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ആലോചിക്കും, ഇവരൊക്കെ ഇത്ര വിവരക്കേടെ ഉള്ളൂ എന്നാണ് ഞാൻ ആലോചിക്കും. വിവരം കെട്ട ആൾക്കാരാണെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഉള്ള കാര്യം ഞാൻ തുറന്ന് പറയാം. കാരണം എന്ന് പറഞ്ഞാൽ അത് വേറെ തരത്തിലോട്ട് പോയി. അവൻ്റെ വീഡിയോ അവൻ എടുത്ത് പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ന പോലെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഇനി ഇവരെ എന്തെങ്കിലും നെഗറ്റീവ് എല്ലാം പറയാൻ വേണ്ടിയായിരിക്കും അന്ന് ഞാൻ കരുതിയത്. കാരണം സ്വന്തം ചേച്ചിയാണെന്ന് അറിയുന്നുമില്ല, അത് വേറെ കാര്യങ്ങൾ. ഞാനും അതിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്താണ് അവർ കൊളാബ് ചെയ്യുന്നതും പിന്നെ ഒരു വീഡിയോ കോൾ ഇങ്ങോട്ട് ചെയ്യുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ. അതിൻ്റെ എല്ലാം കറക്റ്റ് തെളിവും സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അവർ തന്നെ ആ സെറ്റിങ്സും ഈ ടാഗ് ഓപ്ഷനകത്ത് ഒരാളെ മാറ്റിയിട്ട് വേറെ ഒരാളെ കയറ്റും, അങ്ങനെയൊക്കെ കുറേ പരിപാടിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അവരല്ല എന്നുള്ള രീതി തെളിയിക്കാനൊക്കെ. ഇതിപ്പോൾ അതിൻ്റെ അക്കൗണ്ടിൽ കൂടെ തന്നെ ഇപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാം സാർമാരുടെ ഡയറക്റ്റായിട്ട് ഇത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഇപ്പം ഞാൻ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. സുധിയുടെ മുൻ ഭാര്യ രംഗത്ത് വന്നിട്ടുണ്ട്. അതും റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ. ചിലപ്പം 5-4 മിനിറ്റ് ഒക്കെ വെച്ചായിരിക്കും ഞാൻ ചെയ്യുന്നത്. എനിക്ക് കൂടുതൽ ഇരിക്കാൻ പറ്റും, എനിക്ക് വെട്ടം വരുന്നതുകൊണ്ട് എനിക്ക് തല കറങ്ങുന്നുണ്ട് നല്ല രീതിയിൽ. കൂടുതൽ നേരം എനിക്ക് ഇരിക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ എന്തായാലും അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കുന്നുണ്ട്. അവരെന്തിനാണ് ഈ സമയത്ത് വന്നതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. അപ്പം ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഈ ഒരു കാര്യത്തിൽ ഞാൻ അവർക്ക് സപ്പോർട്ട് ചെയ്യില്ല. ഒരിക്കലും ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. എന്ത് യോഗ്യതയുണ്ടോ അവർക്ക് ഈ സമയത്ത് വന്നിട്ട് നിങ്ങൾ സംസാരിക്കാൻ? അതിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. എന്തായാലും എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യത്തില്ലേ. തീർച്ചയായിട്ടും ഞാൻ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. കാരണം എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, എന്നെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് അത് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചു തരും. കാരണം അത് അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. കാരണം നമ്മളെല്ലാവരും ഇപ്പം ഈ രണാസുന എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കയറി വന്നിട്ട് ആള് കാണിക്കാനും ഫെയിം കാണിക്കാനും വേണ്ടി വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ആ ഒരു ഉദ്ദേശം മാത്രം കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, ഞാൻ അതിനെക്കുറിച്ച് എന്തായാലും ഞാൻ നിങ്ങളുടെ അടുത്ത് തരും. ഈ ഒരു കാര്യങ്ങൾ മറ്റുള്ള യൂട്യൂബേഴ്സ് പറയുന്നതൊന്നുമല്ല, ഞാൻ പറയുന്നത്. അത് കേൾക്കാൻ എല്ലാവരും തയ്യാറായിരുന്നു. ഞാൻ വന്നിട്ട് അതിൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫുള്ള് ഞാൻ വെക്കും. ചിലപ്പോൾ ഒരു പാർട്ടായിട്ടായിരിക്കും. ചിലപ്പോൾ 4 മിനിറ്റ് കാണത്തുള്ളൂ ആദ്യത്തെ പാർട്ട്, രണ്ടാമത്തെ അത്രയൊക്കെ കാണത്തുള്ളൂ. എനിക്ക് കുത്തിയിരിക്കാൻ വയ്യ, ഒന്നാമത് ശരിക്കും വയ്യ. ഇന്നലെ രാത്രിയെല്ലാം ഒന്ന് ഓക്കെ ആയതായിരുന്നു. രാത്രി പിന്നെയും കൂടി ആകെപ്പാടെ സീനായി, ഒന്ന് കട്ടിലിൽ നിന്നൊക്കെ വീണ് ആകെപ്പാടെ ഇത്. അപ്പം ഓക്കെ, ഞാനെന്തായാലും വരുന്നതായിരിക്കും. അപ്പോൾ കേസിൻ്റെ കാര്യമാണെങ്കിലും ശരി, സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്യും. പിന്നെ നമുക്ക് നോക്കാം ഇത് പഠിച്ചെന്ന് അവസാനിക്കും എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനാണ്. ഇപ്പോൾ ഡാനി സത്യനും അതുൽ വ്ളോഗ്സോ തീർന്നെന്ന് വെച്ചാൽ ഇനിയുണ്ട് ആൾക്കാർ, യൂട്യൂബേഴ്സ്. അവരാണെങ്കിലും അവർക്ക് കോണ്ടന്റ് കിട്ടിയാൽ അവർ ചെയ്തിരിക്കും. അവിടെ ഇപ്പം ഞങ്ങളുടെ വാ മൂടി കെട്ടിയാൽ അതുകൊണ്ട് തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്. ഞങ്ങളുടെ വാ മൂടി കെട്ടിയാൽ ഇതൊന്നും തീരത്തില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പിന്നെ പേടിച്ച് പനി പിടിച്ചാണെന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്നോ, അങ്ങനെ കുറേ ആൾക്കാർ കമൻറ്റ് പേഴ്സണലൊക്കെ വന്ന് മെസ്സേജ് അയക്കുന്നൊക്കെയുണ്ട്. എന്തോ ആയാലും ശരി, നമുക്ക് നോക്കാം. എൻ്റെ പൊന്നോ, കുക്കിൻ്റെ ജീവൻ പോയാലാണെങ്കിലും ഞാനൊരു സ്റ്റാൻഡ് നിന്നത് തന്നെ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്ന ചില ആൾക്കാരുണ്ട്. അവർ കൂടെ ഒന്ന് ചതിക്കാതിരുന്നാൽ മാത്രം മതി. അവരെ ചതിച്ചാൽ പിന്നെ അതാണല്ലോ ഏറ്റവും കൂടുതൽ വലിയ അടി എന്ന് പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവാതിരുന്നാൽ മാത്രം മതി. ഓക്കെ, ബൈ, ലവ് യു ഓൾ.